അത്യപൂർവം ആളുകൾക്ക് മാത്രമേ നൂറ്റാണ്ടിൽ ഒരു സമ്മേളനത്തിൽ നടത്താൻ കഴിയുള്ളൂ, അല്ലെ പങ്കെടുക്കാനൊക്കെ പറ്റുള്ളൂ. നമ്മളൊക്കെ അതിന് ഭാഗ്യം പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. അങ്ങനെ അവിടേക്ക് നമ്മൾ എത്തിച്ചേരട്ടെ, വർഷത്തിൽ പങ്കെടുക്കാനും അത് വിജയിപ്പിക്കാനൊക്കെ ഉള്ള തോഫിയൊക്കെ നമുക്കൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ നടത്താം, അതൊക്കെ അങ്ങനെ തന്നെ നമ്മൾ നടത്തുന്നത്. ഓൾക്ക് ഒത്തുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഒരു അധ്യക്ഷനാവുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു അംഗീകാരവും ജന്മത്തിലെ അപൂർവം ആളുകൾക്ക് മാത്രം കിട്ടുന്നൊരു സുഹൃത്തും ഒക്കെ. കാരണം ഒരധ്യക്ഷനല്ലേ ഉണ്ടാവുള്ളൂ, അതിനെല്ലാവർക്കും കൂടി കിട്ടൂലല്ലോ. 100 തേച്ചവർക്ക് ആഘോഷിക്കാലോ. നമ്മൾ 100 തേഞ്ഞവരാണ്, നമ്മളത് ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ 100 തേക്കാൻ. പിന്നെ 100 തേഞ്ഞവർ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണവരുണ്ടാവും, ഒഴിവായി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണല്ലോ. ഇതെപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുമല്ലോ. അത് പറഞ്ഞില്ലെങ്കിൽ എന്താ പിന്നെന്തിനാ സംഘടന നിലകൊള്ളണം? സംഘടനയുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാമതാണല്ലോ. ആ വിഷയത്തിൽ സംസ്ഥാനങ്ങളുടെ സ്വതന്ത്ര സംഘടനയല്ലേ, അത് വേറെ ആരെങ്കിലും കയറിട്ട് പിടിച്ചു കൊണ്ടുപോകണ സംഘടന അല്ലല്ലോ. അതിനാർക്കെങ്കിലും നിയന്ത്രിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു സ്വാഭാവികമായിട്ടൊരു സംഘടനയുടെ ഒരു ഭാരവാഹിത്വം അല്ലെ ചുമതലയൊക്കെ ഉണ്ടാകുമ്പം നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ആ സമയത്ത് താങ്കൾ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു മാറ്റി നിർത്താൻ തന്നെ? നമുക്കിവിടെ ആരെങ്കിലും കൊണ്ടുകൊണ്ട് മാറ്റി എവിടെയെങ്കിലും മോനി കൊണ്ടാക്കാൻ പറ്റും? ഇത് ഇന്ത്യ രാജ്യമല്ലേ. പിന്നെ മനുഷ്യരിപ്പോൾ എല്ലാവരും ഒരേ മാതിരിയല്ലല്ലോ. ചിലർ സംഘർഷത്തിന് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ചിലർ സംഘർഷം കൊണ്ട് നേട്ടം ഉണ്ടാക്കുന്നവരുണ്ടാവും, ചിലർ സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ അത് സംഘർഷം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അതിൻ്റെ പേരും ക്രെഡിറ്റൊക്കെ നമുക്ക് വേണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടാവും. ഒരു സംഘടന മികച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനോട് അസൂയക്കാരുണ്ടാവും, അവരെ ആ മികവിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരുണ്ടാവും. നമ്മൾ പ്രചരണത്തിന് ആഹ്വാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ നമ്മളെ പ്രവർത്തകരും നേതാക്കന്മാരൊക്കെ അതിൻ്റെ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്.